إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون بسم الله الرحمن الرحيم ألم نشرح لك صدرك اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي فيا إخواني والأخوات في الله أوصيكم إياي أولا بتقوى الله അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാനേറെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളായിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, റഹ്മാനായ റബ്ബിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കുകയും അതനുസരിച്ചുള്ള ഒരു ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യണമെന്ന് പറയുന്ന എന്നെ മറക്കാതെ തന്നെ ഓരോരുത്തരെയും ഞാൻ
ഓർമ്മപ്പെടുത്തുന്നു, ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാപ്പകലിലുള്ള പരിശ്രമങ്ങൾ അവ സ്വീകരിക്കുകയും മരണാനന്തര ജീവിതത്തിൽ അല്ലാഹു അനുഗ്രഹിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലായി സ്വർഗം നേടാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, മനുഷ്യനുണ്ടാകേണ്ട ഉത്കൃഷ്ട ഗുണങ്ങളിലൊന്നാണ് ഹൃദയവിശാലത എന്നത്. ഒരുവനിൽ ഹൃദയവിശാലതയുണ്ട് എങ്കിൽ ആ ഒരു ഗുണത്തിലൂടെ അവൻ്റെ ജീവിതത്തിൽ ഒട്ടേറെ നല്ല കാര്യങ്ങൾ ലഭിക്കുകയാണ്. ടെൻഷനില്ലാത്ത, അസ്വസ്ഥതകളില്ലാത്ത, സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കാൻ ഹൃദയവിശാലത കൊണ്ട് ഒരുവന് സാധിക്കുന്നു. മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാനും പുറത്തു കൊടുക്കാനും അതിലൂടെ സമൂഹം അവനെ ഉന്നതനെന്ന് വിളിക്കാനും ഹൃദയവിശാലതയിലൂടെ സാധ്യമാവുകയാണ്. ഹൃദയവിശാലത മനുഷ്യന് നൽകുന്നത് അല്ലാഹുവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ ആ മഹാപ്രവാചകന് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ വലിയ ഒരു അനുഗ്രഹമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്ന ഉന്നതമായ ഒരു ഗുണമാണ് ഹൃദയവിശാലത എന്നത്. ഞാൻ ആമുഖമായി ഓതി വെച്ച ചെറിയ ഒരു ആയത്ത് വിശുദ്ധ ഖുർആനിലെ 94-ാമത്തെ അധ്യായമായ സൂറത്തു ശറഹിലെ 1-ാമത്തെ വചനമാണ്. ആ വചനത്തിൽ പടച്ചറബ്ബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, അലം നശ്റഹ് ലക സദ്റക്, നബിയേ, നിനക്ക് നിന്റെ ഹൃദയം നാം വിശാലതയുള്ളതാക്കി തന്നില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് നൽകിയ വലിയ ഒരു അനുഗ്രഹത്തെക്കുറിച്ച് പറയുന്നു. നബിയെ, താങ്കൾക്ക് താങ്കളുടെ ഹൃദയത്തെ നാം വിശാലമാക്കി തന്നില്ലേ? ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ പണ്ഡിതൻ മുഫസ്സിർ ഇമാം സഅദി റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീർ സഅദിയിൽ പറയുന്നു, യഖൂലു തആല മുംതനൻ അലാ റസൂലിഹി. ഈ ആയത്തിലൂടെ അല്ലാഹു പറയുന്നത്, അല്ലാഹു തൻ്റെ ദൂതന് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളാണ് ഇവിടെ എടുത്തു പറയുന്നത്. ഹൃദയവിശാല നൽകിയില്ലേ എന്നതിനെക്കുറിച്ച് പറയുന്നത് അല്ലാഹു തൻ്റെ ദൂതന് നൽകിയ അനുഗ്രഹങ്ങളാണ് ഇവിടെ എടുത്തു പറയുന്നത്. എന്നിട്ട് അലം നശ്റഹ് ലക സദ്റക എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം സഅദി റഹ്മഹുല്ലാ പറയുകയാണ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് നുവസ്സിഉഹു ലിശറാഇഹിദ്ദീനി വദ്ദഅവതി ഇലല്ലാഹ്. നബിയെ, താങ്കൾക്ക് ഹൃദയവിശാലത നൽകിയില്ലേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മതനിയമങ്ങൾ ഉൾക്കൊള്ളാനും അള്ളാഹുവിലേക്ക് ദഅവത്ത് ചെയ്യാനും നിന്റെ ഹൃദയം നാം വിശാലതയുള്ളതാക്കി എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലൂടെ വഹയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മതനിയമമാക്കി കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹി സ്വീകരിച്ചു കഴിഞ്ഞാൽ ആദ്യമായി സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണ്. സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടും കുടുംബക്കാരോട് ഭാര്യമാരോട്
ആ മതനിയമങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അത് സ്വീകരിക്കുവാൻ വേണ്ടിയുള്ള ആഹ്വാനം ചെയ്യുകയാണ്. ഇതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സാധ്യമാകുന്നത് അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ ഹൃദയവിശാലതയാണ് എന്ന് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം സഅദി പറയുകയാണ്. തുടർന്ന് പറയുന്നു, വല്ലിത്തിസാഫ് ലിമകാരിമിൽ അഖ്ലാഖ്, ഉത്കൃഷ്ടമായ സ്വഭാവ ഗുണങ്ങളെ സ്വീകരിക്കാൻ, സ്വജീവിതത്തിൽ സ്വാംശീകരിക്കുവാനുള്ള ഹൃദയവിശാലത അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു നൽകി എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വല്ലിഖ്ബാലി അലൽ ആഖിറ, പരലോകത്തിന് വേണ്ടി, പരലോകത്തെ ഓർക്കാനും പരലോകത്തിൽ വിശ്വസിക്കാനും പരലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനുമുള്ള ഒരവസരം നൽകി എന്നതും നിനക്ക് ഹൃദയവിശാലത നൽകിയില്ലേ എന്നതിലുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. വതസ്ഹീലുൽ ഖൈറാത്ത്, നന്മകൾ അനായാസം പ്രവർത്തിക്കാനും അതിലൂടെ ഹൃദയവിശാലത അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകി. നന്മകൾ കേൾക്കുമ്പോൾ, നന്മകൾ ചെയ്യണമെന്നുള്ള ആഹ്വാനമുണ്ടാകുമ്പോൾ ആ നന്മകൾ പ്രവർത്തിക്കുന്നത് പൊതുവേ ഒരു പ്രയാസമായിട്ടാണ് മനുഷ്യന് തോന്നുന്നത്. അത് പിശാചാണ് മനുഷ്യനങ്ങനെ തോന്നിപ്പിക്കുന്നത്. എന്നാൽ നന്മയെക്കുറിച്ചുള്ള അറിയിപ്പ് ലഭിക്കുമ്പോൾ ആ നന്മകൾ പ്രാവർത്തികമാക്കുന്നത് എളുപ്പമാണ് എന്ന് കരുതിക്കൊണ്ട് ആ നന്മകൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള നല്ലൊരു അവസ്ഥ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകിയതും ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇമാം സഅദി പറയുകയാണ്. തുടർന്ന് പറയുന്നു, ഫലം യകുൻ ലയ്യികൻ ഖറജൻ ലാ യകാദു യൻകാദു ലിഖൈറിൻ, നന്മകൾ വഴങ്ങാത്ത വിധം പ്രയാസകരവും കുടുസായതും ആയ ഒരു ജീവിതം ഉണ്ടാക്കി തന്നില്ല. വലാ തകാദു തജിദുഹു മുംബസിതൻ, അതെപ്പോഴും വിശാലമായി നീ കണ്ടു എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം നന്മകൾ വഴങ്ങാത്ത വിധം ജീവിതം ഒരു പ്രയാസമുള്ളതും ജീവിതം ഒരു കുടിസുള്ളതുമാക്കിയില്ല. ഒരു കുടിസില്ലാത്ത വിശാലമായ ഒരു ജീവിതം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകി എന്നതാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് സമ്പത്തും ഒരുപാട് സൗകര്യങ്ങളും നൽകി എന്നത് അല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഹൃദയവിശാലത എന്ന് പറഞ്ഞാൽ അവൻ വലിയ സമ്പന്നനാകുന്നു, വലിയ സൗകര്യം ഉണ്ടാകുന്നു എന്നുള്ളതല്ല. മറിച്ച് മനസ്സമാധാനത്തോടുകൂടി എല്ലാത്തിനെയും ഉൾക്കൊള്ളാനും എല്ലാത്തിനെയും പരിഗണിക്കാനും ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാനുമുള്ള നല്ല ഒരു അവസ്ഥയാണ് ഹൃദയവിശാലത എന്നത്. ഹൃദയവിശാലത ലഭിച്ച മനുഷ്യരിൽ ഒന്നാമൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മൊത്തവും പരിശോധിച്ചു നോക്കുമ്പോൾ ആ മഹാനവറുകളുടെ ഹൃദയത്തിൻ്റെ വിശാലത അതെത്ര വലിപ്പമുള്ളതായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അവിടുത്തെ അനുയായികളോടും ഖുറൈശികൾ ചെയ്ത ദ്രോഹങ്ങളും ആ ഖുറൈശികൾക്ക് അവരോടുള്ള ശത്രുതയും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഞാൻ വിശദീകരിക്കാതെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം. ഇസ്ലാമിക ദഅവത്തിന് തുരങ്കം വയ്ക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കുടുംബത്തെയും അനുയായികളെയും ഉപദ്രവിച്ചവരാണവർ. അവരുടെ ധിക്കാരം, ഖുറൈശികളുടെ ധിക്കാരം പ്രസിദ്ധമാണ്. ഒടുവിൽ അള്ളാഹുവിൻ്റെ തീരുമാനം വന്നപ്പോൾ, മക്ക വിജയിച്ചടക്കിയപ്പോൾ അവരെല്ലാവരും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുൻപിൽ തല കുനിച്ചു കൊണ്ടുവന്ന് നിൽക്കുകയാണ്. ഖുറൈശികൾ, ശത്രുക്കൾ മക്ക വിജയ ദിവസം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് തല കുനിച്ച് നിൽക്കുകയാണ്. അവരുടെ മനസ്സിലെന്താ? അവരുടെ മനസ്സിലുണ്ടാകുന്ന പ്രയാസം, അവരുടെ മനസ്സിലുണ്ടാകുന്ന ടെൻഷൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തീരുമാനം എന്താണ് എന്നുള്ളതാണ്. നാട് കടത്താനാണോ അല്ല ഉപദ്രവിക്കാനാണോ കൊന്നുകളയാനാണോ ഏതാണോ ആ തീരുമാനം വരുന്നതും കാത്ത് അവർ തല കുനിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം വരികയാണ്. വലിയ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഉപദ്രവിച്ച, തൻ്റെ ദഅവത്തിനെ പ്രയാസപ്പെടുത്തിയ ആ ഖുറൈശികളെ, മക്കയിലുള്ള ആളുകളോടായ ഒരു പ്രഖ്യാപനം നടത്തുന്നു. ഇദ്ഹബു ഫഅൻതുമുത് തലഖാ, നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് സ്വതന്ത്രരായി പൊയ്ക്കൊള്ളൂ. നിങ്ങളൊക്കെ ഇന്നു മുതൽ സ്വതന്ത്രരാണ്. നിങ്ങളെ ആരും ഉപദ്രവിക്കുകയില്ല, നിങ്ങളെ ആരും പ്രയാസപ്പെടുത്തുകയില്ല, നിങ്ങൾ സ്വതന്ത്രരാണ് എന്നുള്ള ഹൃദയവിശാലതയുടെ വലിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനം അവിടെ ഉണ്ടാവുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ മറ്റൊരു സംഭവം നമുക്ക് കാണാം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി ഒറ്റപ്പെട്ടുകൊണ്ട്, കൂട്ടുകാരിൽ നിന്ന് അകന്നുകൊണ്ട് വൃക്ഷത്തണലിൽ വിശ്രമിക്കുമ്പോൾ ആ സമയത്ത് ഒരാൾ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ വാൾ ചൂണ്ടിക്കൊണ്ട് ആരുണ്ട് ഇപ്പോൾ നിന്നെ രക്ഷിക്കാനെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും വലിയ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്നെ രക്ഷിക്കാൻ എൻ്റെ അള്ളാഹു ഉണ്ട്, എൻ്റെ റബ്ബുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇത് അള്ളാഹു എന്ന് കേട്ടതും ഈ വാൾ ചൂണ്ടി നിൽക്കുന്ന ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വാൾ താഴേക്ക് വീഴുകയാണ്. ആ വാൾ എടുത്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ച് ചൂണ്ടുകയല്ല ചെയ്യുന്നത്, പകരം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹൃദയവിശാലതയാണ് അവിടെ പ്രകടമാകുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ ആ ശത്രുവിന് നേരെ വാൾ ചൂണ്ടാതെ തന്നെ അയാളെ വെറുതെ വിട്ട് മാപ്പ് നൽകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയവിശാലതയ്ക്കുള്ള മറ്റൊരു ഉദാഹരണമാണ്. ഇനിയും നമുക്ക് കാണാൻ കഴിയും, സ്വന്തം നാട്ടിലും കുടുംബത്തിലും ആദർശം സ്വീകരിച്ചുകൊണ്ട് അത് പ്രബോധനം ചെയ്യാൻ കഴിയാതെ വന്നു. ശത്രുക്കളുടെ നിരന്തരമായ ഉപദ്രവങ്ങൾ, പ്രയാസപ്പെടുത്തലുകൾ ഉണ്ടായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗ്രഹിക്കുകയാണ്, സ്വന്തക്കാരിലേക്ക് പോകാം, തായിഫിലേക്ക് പോകാം. ആ തായിഫിൽ ചെല്ലുമ്പോൾ തന്നെ ഏറെ സ്നേഹിക്കുന്ന, തന്നെ ഏറെ ഇഷ്ടപ്പെടുന്ന തൻ്റെ ബന്ധുക്കൾ ഈ ആദർശം കേൾക്കുകയും അവർ ഈ ആദർശം സ്വീകരിക്കുകയും തന്നെ സഹായിക്കുകയും അവിടെ നിന്ന് ഇസ്ലാമിൻ്റെ വളർച്ച ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തായിഫിലേക്ക് പോയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിചാരിച്ചതുപോലെയല്ല അവിടെ നടന്നത്. സ്വീകരിക്കുമെന്ന് പറഞ്ഞവർ കല്ലെറിയുകയാണ്. പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് രക്തമൊഴുകുന്ന, അവിടെ നിന്ന് ആട്ടിവിട്ട ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ സ്വന്തക്കാർ, ഏറെ ഇഷ്ടപ്പെടുന്നവർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതീക്ഷയ്ക്കും അപ്പുറത്ത് ഉപദ്രവിച്ചപ്പോഴും ആ ജനതയ്ക്ക് വേണ്ടി, ആ ജനതയ്ക്ക് അനുകൂലമായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഗഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. അള്ളാഹുവേ, എൻ്റെ ഈ ജനതയ്ക്ക് നീ പുറത്തു കൊടുക്കണമേ, അവർ അറിവില്ലാത്തവരാണ്. എൻ്റെ ഈ ജനതയ്ക്ക് പുറത്തു കൊടുക്കണേ, അവർ അറിവില്ലാത്തവരാണ്. അവർ സത്യം മനസ്സിലാക്കാതെ, അവർ സ്വീകരിച്ച ആദർശമാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തെ സ്വീകരിക്കാതെ അസത്യത്തിൻ്റെ വഴി സ്വീകരിച്ചുകൊണ്ട് അവർ ഉപദ്രവിക്കുകയാണ്. എങ്കിലും നീ റബ്ബേ, നീ ഗഫൂറാണ്, നീ ഏറെ പാപം പൊറുക്കുന്നവനാണ്, നീ അവർക്ക് പുറത്തു കൊടുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയവിശാലത കാണിക്കുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. പ്രിയമുള്ളവരെ, ഈ ഒരു ഹൃദയവിശാലത നമുക്കുണ്ടാകണം. ആളുകളോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയാണ്? നമ്മളെ തെറി പറയുന്ന, നമ്മളെ ശകാരിക്കുന്ന, ദഅവത്തിൻ്റെ മാർഗത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സന്ദേശം എത്തിക്കുമ്പോൾ നമ്മളെ പരിഹസിക്കുന്ന ആളുകളെ കൂട്ടിക്കൊണ്ട് നമ്മളെ കൊച്ചാക്കി കാണിക്കുമ്പോൾ, നമ്മളെ ഉപദ്രവിക്കുമ്പോൾ, നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്താക്കുമ്പോൾ, നമ്മുടെ ഈ നാട്ടിൽ ബഹിഷ്കരിക്കുമ്പോൾ, നമ്മുടെ സ്ഥാപനങ്ങൾ ബഹിഷ്കരിക്കുമ്പോൾ, കുത്തുവാക്കുകൾ പറയുമ്പോൾ, ഈ ജനതയോടുള്ള, നമ്മുടെ പ്രബോധിത ജനതയോടുള്ള നമ്മുടെ നിലപാട് എന്താണ്? എങ്ങനെയാണ് നമ്മളാകേണ്ടത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ മാതൃക. ഹൃദയവിശാലത കാണിക്കാനും പുറത്തു കൊടുക്കാനും സാധിക്കണം. നമ്മുടെ ആ ഒരു നല്ല പ്രവൃത്തിയിലൂടെ പിന്നീട് നമ്മളെക്കുറിച്ച് നല്ല ചിന്തയുണ്ടാകാനും, ഇത്രയും നന്നായി തിരിച്ചു പ്രതികരിക്കുന്ന, അങ്ങോട്ട് ഉപദ്രവിക്കുമ്പോഴും ഏറ്റവും നന്നായി തിരിച്ചു പ്രതികരിക്കുന്ന ഈ മനുഷ്യൻ സ്വീകരിച്ച ആദർശത്തിന് എന്തോ പ്രത്യേകതയുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ഈ ആദർശത്തിലേക്ക്, ഈ സത്യസന്ദേശത്തിലേക്ക് ആളുകൾ കടന്നു വരാൻ അതൊരു സഹായകമാകുമെന്ന് പ്രിയമുള്ള സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കുക. ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന പല ആളുകളും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിദ്വേഷവും വെറുപ്പും വെച്ചുകൊണ്ട്, ഏറെ പറഞ്ഞാൽ കൊന്നുകളയാൻ വേണ്ടി ഇനാം വരെ പ്രഖ്യാപിച്ച ഇനാം സ്വീകരിച്ചു കൊണ്ടുവരികയും പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റവും ആ ഹൃദയ വിശാലതയും കണ്ട് അവരുടെ സ്വജീവിതത്തിൽ അവർ പിന്നീട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും ജീവന തുല്യവും സ്നേഹിക്കുകയും ചെയ്തത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് ആ ഹൃദയ വിശാലത കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാത്തിനെയും ഒരു പോസിറ്റീവായി കാണുന്ന അവസ്ഥ, കുത്തുവാക്കുകൾ പറയാതെ, പരിഹസിക്കാതെ, ഇങ്ങോട്ട് പ്രയാസപ്പെടുത്തുമ്പോഴും നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് തിന്മയെ ഏറ്റവും നല്ല രീതിയിൽ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഏറ്റവും നല്ല രൂപത്തിൽ തിന്മയെ നന്മ കൊണ്ട് തടുക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ സമൂഹത്തിൽ ഒരു ഖബൂലിയത്ത്, ഒരു നമ്മളെ സ്വീകരിക്കുന്ന അവസ്ഥയുണ്ടാകും. എല്ലാവരും നമ്മളെ അംഗീകരിക്കുന്ന അവസ്ഥയുണ്ടാകും. എല്ലാവരും നമ്മളെക്കുറിച്ച് നല്ലത് പറയുന്ന അവസ്ഥയുണ്ടാകും. നാം പ്രബോധനം ചെയ്യുന്ന ആദർശത്തിലേക്ക് ആളുകൾ പഠിക്കാനും അതിലേക്ക് അടുക്കാനും കാരണമായി തീരും.
അങ്ങനെ അള്ളാഹുവിനോട് ഹൃദയവിശാലത നമ്മൾ ചോദിക്കണം. മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ നമുക്കെല്ലാവർക്കും അറിയാം. ഖതീബുമാർ അവരുടെ പ്രഭാഷണം ആരംഭിക്കുമ്പോൾ പ്രാർത്ഥിക്കാറുള്ളതാണ്, റബ്ബി ഇശ്റഹ് ലി സ്വദരി, അള്ളാഹുവേ എൻ്റെ ഹൃദയത്തിന് നീ വിശാലത നൽകണേ എന്ന് ദഅവത്തിന് വേണ്ടി പോകുമ്പോൾ, ഫിറഔനെ സമീപിക്കാൻ വേണ്ടി പോകുമ്പോൾ അള്ളാഹുവിനോട് മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചെങ്കിൽ പ്രബോധന വീതിയിലേക്ക് ഇറങ്ങുമ്പോൾ ഈ ഒരു പ്രാർത്ഥന നിർവഹിച്ചു കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. നിരന്തരമായി പടച്ച റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, റബ്ബേ നീ എനിക്ക് ഹൃദയവിശാലത നൽകണം, എല്ലാവരെയും നല്ലതുപോലെ കാണാനും, എല്ലാവരെയും ഒരു കണ്ണിൽ കാണാനും, എല്ലാവരെയും ആദരിക്കാനും, എല്ലാവരെയും സ്നേഹിക്കാനും, എല്ലാവരെയും ഇഷ്ടപ്പെടാനും, എല്ലാ നന്മയെ സ്വീകരിക്കാനും, നന്മയുടെ വഴിയെ സഞ്ചരിക്കാനുമുള്ള ഹൃദയവിശാലത നൽകണമെന്നും ആ ഹൃദയത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ വേണ്ടിയുള്ള നല്ല ഒരു മാനസികാവസ്ഥ എനിക്കും ഞാനുമായി ബന്ധപ്പെട്ടവർക്കും എൻ്റെ കുടുംബത്തിന് നൽകണമെന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين أصلي ونسلم على أشرف الأنبياء والمرسلين نبينا محمد بن عبد الله وعلى آله وصحابته أجمعين أما بعد اتقوا الله يا عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാ സഹോദരങ്ങളെയും സഹോദരിമാരെയും ഉണർത്തുകയാണ്. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു നൽകിയ വലിയ ഒരു അനുഗ്രഹം ഹൃദയവിശാലത. ആ ഹൃദയവിശാലത ലഭിക്കുവാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്നും വിശാലമായ ഹൃദയത്തോടുകൂടി എല്ലാവരെയും സ്നേഹിച്ചും അംഗീകരിച്ചും മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണമെന്നുമാണ് ഒന്നാമത്തെ ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് ഇനി ഈ രണ്ടാമത്തെ ഖുതുബയിലും അടുത്ത ഖുതുബയിലുമായി അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഹൃദയവിശാലത ലഭിക്കാനുള്ള ചില മാർഗങ്ങൾ പണ്ഡിതന്മാർ അവിടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ആ മാർഗങ്ങൾ നമ്മൾ ഓരോന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായി ഹൃദയവിശാലത ലഭിക്കാൻ പരിശുദ്ധ ദീനുൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ഹിദായത്തിൻ്റെ മാർഗത്തെ പരിപൂർണമായും സ്വീകരിക്കുക എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ ഹൃദയവിശാലത ലഭിക്കണമെങ്കിൽ അള്ളാഹു നൽകിയ ഹിദായത്തിനെ അതിൻ്റെ വില അറിഞ്ഞുകൊണ്ട് ആ ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകാതെ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായി കണ്ടുകൊണ്ട് അതിനെ പരിപൂർണമായി സ്വീകരിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു. ഏതൊരാളെ നേർവഴിയിലേക്ക് നയിക്കുവാൻ അല്ലാഹു ഉദ്ദേശിക്കുന്നുവോ അവൻ്റെ ഹൃദയത്തെ ഇസ്ലാമിലേക്ക് അവൻ തുറന്നു കൊടുക്കുന്നതാണ്. ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം. അല്ലാഹു ഒരാളെ നേർവഴിയിലേക്ക് നയിക്കാൻ ഉദ്ദേശിച്ചാൽ അവൻ്റെ ഹൃദയത്തെ ഇസ്ലാമിലേക്ക് തുറന്നു കൊടുക്കുന്നതാണ്. അവന് ഹൃദയവിശാലത ലഭിക്കും. എന്നിട്ട് അല്ലാഹു പറയുന്നു, വമൻ യുരിദ് അൻ യുദില്ലഹു യജ്അൽ സദ്റഹു ലയ്യികൻ ഹറജൻ. ഏതൊരാളെ അല്ലാഹു പിഴവിലാക്കാൻ ഉദ്ദേശിക്കുന്നുവോ അവൻ്റെ ഹൃദയത്തെ ഇടുങ്ങിയതും ഞെരുങ്ങിയതുമാക്കി തീർക്കുന്നതാണ് അല്ലാഹു. അപ്പോൾ ഹൃദയവിശാലത ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അള്ളാഹു അവനെ ഹിദായത്തിലാക്കി എന്നുള്ളതാണ്. അപ്പം ഹിദായത്ത് പുൽകിയവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹൃദയവിശാലത ഉണ്ടാകണം. ആ ഹൃദയവിശാലത അവനുണ്ടാകണമെങ്കിൽ ഹിദായത്തിനെ ഗൗരവമായി കണ്ടുകൊണ്ട് നിസാരമായി കാണാതെ ആ ഹിദായത്തിൽ നിന്ന് തെന്നിപ്പോകുന്ന മുഴുവൻ കാര്യങ്ങളെയും ഗൗരവമായി കാണാൻ സാധിക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നാട്ടിൽ ഒരുപാട് വ്യത്യസ്ത ആദർശങ്ങൾ സ്വീകരിച്ച അല്ലെങ്കിൽ മതം വേണ്ട എന്ന് തന്നെ പ്രഖ്യാപിക്കുന്ന ആളുകളോടൊപ്പം സഹവസിക്കാൻ അവസരം ലഭിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ അയൽവാസികളുടെ രൂപത്തിലായാലും
നമ്മൾ സഹകരിക്കുന്നവരുടെ രൂപത്തിലായാലും ഒപ്പം ജോലി നോക്കുന്നവരുടെ രൂപത്തിലായാലും വ്യത്യസ്ത ആശയങ്ങൾ, മതങ്ങൾ, ഇല്ലെങ്കിൽ മതം തന്നെ വേണ്ട എന്ന് പറയുന്നവരുമായി നമ്മൾ സഹവസിക്കേണ്ടി വരും. അവരോട് സഹവസിക്കുന്ന സമയത്ത് അവരുമായിട്ടുള്ള സുഹബത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ മതം നമുക്കൊരു തടസ്സമായി തോന്നുന്നുവെങ്കിൽ അവിടെ ഹിദായത്തിൻ്റെ വില നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നത് മനസ്സിലാക്കണം. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും, ഏത് പ്രതികൂല സാഹചര്യത്തിലും അള്ളാഹു എന്നെ ഹിദായത്തിലാക്കി എന്നത് അള്ളാഹു എൻ്റെ ജീവിതത്തിൽ നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹമായി കാണാനും ആ ഹിദായത്ത് മറ്റുള്ളവർക്ക് ലഭിക്കണമെന്നുള്ള അദമ്യമായ ഒരാഗ്രഹം ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് ഒരു ദാഇയെ മറ്റുള്ളവരിൽ നിന്ന് വ്യതിരിക്തനാക്കുന്നത്. ഒരു സൽസ്വഭാവിയും സഹജീവികളോട് കാരുണ്യവും സഹജീവികളെ ഇത്രത്തോളം സ്നേഹിക്കുന്നവൻ ഒരു ദാഇയേക്കാൾ മറ്റാരുമില്ല എന്നതാണ് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പറയുന്നത്. ദാവത്തും അല്ലെങ്കിൽ ദായി എന്ന പദപ്രയോഗമൊന്നും നിസാരമല്ല. ഒരു ദായിയേക്കാൾ ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തകനില്ല. ഒരു ദായിയേക്കാൾ ഏറ്റവും വലിയ ക്ഷേമപ്രവർത്തകനില്ല. ഇവിടെ കാരുണ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ വീടില്ലാത്തവർക്ക് ഒരു പക്ഷേ വീട് വെച്ച് കൊടുക്കും, മരുന്ന് വാങ്ങാൻ കാശില്ലാത്തവർക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കും, താമസിക്കാൻ സ്ഥലമില്ലാത്തവർക്ക് പാർപ്പിടങ്ങൾ സെറ്റ് ചെയ്തു കൊടുക്കും. ഇതിനെയൊക്കെയാണ് നമ്മൾ വലിയ കാരുണ്യ പ്രവർത്തനമായി കാണുന്നത്. എന്നാൽ നിങ്ങൾക്കറിയാമോ, ഏറ്റവും വലിയ കാരുണ്യം, ഏറ്റവും വലിയ സൽപ്രവൃത്തി എന്ന് പറഞ്ഞാൽ മരണാനന്തര ജീവിതത്തിൽ ശാശ്വതമായ നരകത്തിൽ കിടന്ന് വെന്തെരിയേണ്ട മനുഷ്യ മനസ്സുകളെ തൗഹീദിന്റെ വെളിച്ചത്തിലേക്ക് ക്ഷണിച്ച്, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിച്ച്, അള്ളാഹുവിൻ്റെ കാരുണ്യങ്ങൾ നിറയ്ക്കപ്പെട്ട സൗഭാഗ്യത്തിൻ്റെ ഗേഹമായ സ്വർഗത്തിലേക്ക് വിളിക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ പ്രവൃത്തി, ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം, ഏറ്റവും വലിയ സൽപ്രവർത്തനം വേറെയില്ല എന്നത് പ്രിയമുള്ള സഹോദരന്മാരെ നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ലഭിച്ച ഹിദായത്തിനെ വലുതായി കാണാനും ആ ഹിദായത്ത് ലഭിക്കാത്ത ആയിരങ്ങൾ നമ്മളോടൊപ്പം സഹവസിച്ചുകൊണ്ട്, നമ്മളോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ട്, നമ്മളോടൊപ്പം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ആളുകൾക്ക് ആ സന്ദേശം എത്തിക്കുവാനുള്ള ഒരു ഹൃദയവിശാലത പ്രിയമുള്ള സഹോദരന്മാരെ നമുക്കുണ്ടാകണം. അങ്ങനെ നമ്മൾ പ്രവർത്തിച്ചാൽ, ഹിദായത്തിൻ്റെ മഹാത്മ്യം അറിഞ്ഞ് അതെത്താത്തവർക്ക് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി നമ്മൾ പ്രയത്നിച്ചാൽ ഇൻഷാ അല്ലാഹ് അതിലൂടെ നമുക്ക് ഹൃദയവിശാലത ഉണ്ടാകും. ഒരു ദായി, ഒരു പ്രബോധകൻ ഹൃദയവിശാലതയുള്ളവനാണ്. താൻ സത്യം പറഞ്ഞു കൊടുക്കുമ്പോഴും ഉപദ്രവിച്ചു കൊണ്ടിരിക്കും, കുത്തുവാക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, പുത്തൻവാദി എന്ന് വിളിക്കും, സമൂഹത്തിൽ ഐക്യം തകർക്കുന്നവനെന്ന് വിളിക്കും. ഈ നാട് എത്ര നല്ല ഐക്യത്തിലായിരുന്നു, ഈ മഹല്ല് നല്ല ഐശ്വര്യത്തിലും സമാധാനത്തിലുമായിരുന്നു പോയിരുന്നത്. പക്ഷേ വിദേശത്ത് പോയി അവിടെ നിന്ന് വഹാബിയൻ ആദർശം സ്വീകരിച്ച് ഈ മഹല്ലിൻ്റെ ഭദ്രത തകർക്കാൻ വേണ്ടി, ഈ മഹല്ലിൻ്റെ ഐക്യം തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരെന്ന് വിളിക്കുമ്പോഴും ആ മനുഷ്യനോട് സ്നേഹം വെച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് വീണ്ടും ക്ഷണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രബോധകന് വലിയ ഹൃദയവിശാലതയാണ് എന്നത് പ്രിയമുള്ള സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമതായി ഹിദായത്ത് ലഭിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അവനിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യണം. തൗഹീദിൽ നേരത്തെ ഹിദായത്താണ് പറഞ്ഞതെങ്കിൽ തൗഹീദിൽ അടിയുറച്ച് വിശ്വസിക്കണം. ഒരു ചാഞ്ചാട്ടം ഉണ്ടാവാൻ പാടില്ല, ഒരു ചാഞ്ചാട്ടം ഉണ്ടാവാൻ പാടില്ല. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടിട്ടും കുട്ടികൾ ഉണ്ടാകാതിരിക്കുമ്പോൾ ബന്ധുവിൻ്റെ രൂപത്തിൽ വന്നുകൊണ്ട് ഇന്ന ജാറത്തിൽ പോയി, ഇന്ന ബീവിയുടെ തങ്ങളുടെ അടുക്കൽ പോയി, ഇന്ന സ്ഥലത്ത് തൊട്ടിൽ കെട്ടിയാൽ, ഇല്ലെങ്കിൽ ഏറെ പറഞ്ഞാൽ ഗുരുവായൂർ പോയി തുലാഭാരം അത് നേർച്ചയാക്കിയാൽ കുട്ടി ലഭിക്കുമെന്ന് പറയുമ്പോൾ അള്ളാഹുവിൽ നിന്നകന്ന്, സൃഷ്ടാവിൽ നിന്നകന്ന് പടപ്പുകളിലേക്ക് തിരിയുന്നൊരവസ്ഥ ചിലരിലും ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അത് ശരിയായ തൗഹീദല്ല, ശരിയായ തൗഹീദല്ല. പല പ്രാവശ്യം ഡയഗ്നോസിസ് ചെയ്തിട്ടും കണ്ടെത്താത്ത മാറാരോഗമുണ്ടായിട്ട് അവിടെ ഒരു ചരട് ജപിച്ച്, അവിടെ ഒരു ഏലസ് ജപിച്ച് കെട്ടാൻ ശിർക്കിലേക്കുള്ള കാര്യങ്ങളിലേക്ക് ആളുകൾ വന്ന് പറയുമ്പോൾ ഈ ദുനിയാവിൽ കടുത്ത രോഗം വന്ന് വർഷങ്ങളോളം കിടന്ന് ഇനി മരിച്ചു പോയാലും നാളെ പാരത്രിക ലോകത്ത് അള്ളാഹുവിൻ്റെ സ്വർഗം ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി തൗഹീദിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കണം. അതാണ് ഏകത്വം.
എന്നിട്ട് ആ അള്ളാഹുവിൽ ബരമേൽപ്പിച്ചുകൊണ്ട് ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി എന്ന ആ പ്രഖ്യാപനം ഉണ്ടാകണം. മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ചെങ്കടലിന്റെ മുന്നിൽ നിന്ന് പുറകിൽ ഫിറൗനും സൈന്യവും ആക്രമിക്കാൻ വന്നപ്പോൾ ഇന്നാല മുദ്രക്കൂൻ എന്നൊപ്പമുള്ളവർ പറഞ്ഞപ്പോൾ, പിടിക്കപ്പെട്ടു മൂസ ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞപ്പോൾ, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എനിക്ക് എൻ്റെ റബ്ബുണ്ട്, അവൻ എന്നെ വഴി കാണിക്കുമെന്ന ആ തവക്കുലിന്റെ വചനം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഹൃദയവിശാലത ലഭിക്കും. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാ അലാ ബിദിക്രില്ലാ തത്മഇന്നുൽ ഖുലൂബ്. അതായത് വിശ്വസിക്കുകയും അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മകൾ കൊണ്ട് മനസ്സുകൾ ശാന്തമായി തീരുകയും ചെയ്യുന്നവൻ, അറിയുക അലാ അറിയുക ബിദിക്രില്ലാ, അള്ളാഹുവിനെ കൊണ്ടുള്ള ഓർമ്മ കൊണ്ട് മാത്രമാണ് തത്മഇന്നുൽ ഖുലൂബ്, മനസ്സുകൾ ശാന്തമായി തീരുന്നത്. മനസ്സമാധാനമുണ്ടോ? റിയാലിറ്റി ഷോകൾ കാണുമ്പോൾ മനസ്സമാധാനം ലഭിക്കുകയില്ല. സിനിമകളും സീരിയലുകളും കാണുമ്പോൾ, സംഗീതം ആസ്വദിക്കുമ്പോൾ മനസ്സമാധാനം ലഭിക്കുകയില്ല. എന്നാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ ഇതെനിക്ക് ഉണ്ടായ ഒരു പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തിൽ ഞാൻ ക്ഷമിച്ചാൽ, ഈ പരീക്ഷണത്തിൻ്റെ ഈ അവസ്ഥ, ഈ സമയം അങ്ങ് മാറിക്കിട്ടിയാൽ വിശാലതയുടെ സന്തോഷത്തിൻ്റെ ഒരു സമയം എനിക്ക് വരാനുണ്ട് എന്ന നല്ല ചിന്തയുമായിക്കൊണ്ട് പടച്ച റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മകളുമായി ജീവിച്ചാൽ മനസ്സ് ശാന്തമായി തീരുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. ആ രൂപത്തിലുള്ളൊരു ജീവിതം നയിച്ചാൽ ഹൃദയവിശാലത ലഭിക്കും. അതുകൊണ്ട് അചഞ്ചലമായ തൗഹീദ് അത് തകർന്നു പോകാതെ, ഏത് കാറ്റിലും കോളിലും അനങ്ങാതെ അടിയുറച്ച വിശ്വാസവുമായി അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയുമായി അള്ളാഹുവിൽ ബരമേൽപ്പിച്ച് ജീവിച്ചാൽ അവിടെ നമുക്ക് ഹൃദയവിശാലത ലഭിക്കും. നമുക്കൊരു മാറ്റം വരുന്നത് പോലെ തോന്നും. എല്ലാ കാര്യങ്ങളെയും നമ്മൾ പോസിറ്റീവായി ചിന്തിക്കും. നെഗറ്റീവ് ചിന്തകൾ നമ്മളിൽ നിന്ന് പോകും. നമ്മുടെ മനസ്സിൻ്റെ അസ്വസ്ഥതകൾ നഷ്ടപ്പെടും. സ്വസ്ഥമായ ഒരു നല്ല ജീവിതം പ്രിയമുള്ള സഹോദരന്മാരെ നമുക്ക് ലഭിക്കും. ഇതാണ് മനസ്സിന്, ഹൃദയത്തിന് വിശാലത ലഭിക്കുന്ന രണ്ടാമത്തെ മാർഗം. ഇൻഷാ അല്ലാഹ് ഇനി 8 മാർഗങ്ങൾ കൂടി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. സമയം കൂടുന്നത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹി വബിതൗഫീഖിഹി അടുത്ത ഖുതുബയിൽ ബാക്കി സൂചിപ്പിക്കാം. പ്രിയമുള്ള സഹോദരന്മാരെ, ഹൃദയവിശാലത വലുതാണ്. ആ ഹൃദയവിശാലത നമുക്ക് നേടിത്തരുന്ന കാര്യങ്ങൾ 2 വിശദീകരിച്ചത്. ഇനിയും 8 കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ആ കാര്യങ്ങൾ കേട്ട് കളയുക എന്നതിനുമപ്പുറത്ത് അത് ജീവിതത്തിൽ കൊണ്ടുവരികയും ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പരലോകത്തിന് വേണ്ടി ജീവിക്കുകയും ചെയ്യുക. അതിനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവേ, നിൻ്റെ പക്കൽ നിന്നുള്ള മഹത്തായ തൗഫീഖും അനുഗ്രഹവുമാണ്, നിൻ്റെ പ്രവാചകന് നൽകിയ വലിയ അനുഗ്രഹമാണ് ഹൃദയവിശാലത. ഞങ്ങൾക്കെല്ലാവർക്കും അള്ളാഹുവേ നീ ഹൃദയവിശാലത നൽകണമേ. അള്ളാഹുവേ, നിൻ്റെ ദീന് കേൾക്കുമ്പോൾ ആ കേൾക്കുന്ന കാര്യങ്ങളെ ഇഷ്ടപ്പെടാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും നീ പ്രദാനം ചെയ്യണമേ. അള്ളാഹുവേ, അറിഞ്ഞും അറിയാതെയുമായി ജീവിതത്തിൻ്റെ രാപ്പകലുകളിൽ പിശാചിൻ്റെ ദുർബോധനങ്ങൾക്ക് വശംവദരായിക്കൊണ്ട് ഞങ്ങളെല്ലാവരും റബ്ബേ തെറ്റുകൾ ചെയ്തു, പാപികളായിട്ടുണ്ട്. റബ്ബേ, നീ ഗഫാറാണ് അല്ലാഹുവേ. നിൻ്റെ മഗ്ഫിറത്ത് കൊണ്ട് റബ്ബേ ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്തു തരണമേ. അല്ലാഹുവേ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, അവരുടെ രോഗങ്ങൾക്കെല്ലാം നീ ശിഫ നൽകണമേ. അല്ലാഹുവേ, ഈ നാട്ടിൽ സമാധാനം നീ പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ ആദർശത്തെയും ഇഷ്ടപ്പെടുന്ന, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ അംഗീകരിക്കുന്ന ഒരു ഭരണകൂടത്തെ നൽകി അല്ലാഹുവേ ഞങ്ങളെ എല്ലാവരെയും നീ സഹായിക്കണമേ. അല്ലാഹുവേ, അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുൻ ഖരീബുൻ യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. آمين 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 برحمتك يا أرحم الراحمين. والحمد لله رب العالمين. وصلى الله على محمد.